കായംകുളത്തുകാരല്ലാത്തവർ കൊച്ചുണ്ണിയെ അറിയുന്നത് മുത്തശ്ശിക്കഥകളിലൂടെയും ഐതിഹ്യമാലയിലൂടെയുമാണ്. പിന്നീട് 1966 ഇറങ്ങിയ കായംകുളം കൊച്ചുണ്ണി എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലൂടെയും. നടൻ സത്യനായിരുന്നു ടൈറ്റിൽ റോളിൽ വന്ന് എന്ന കഥാപാത്രത്തെ വിജയിപ്പിച്ചത്. അതിനുശേഷം കൊച്ചുണ്ണി വീണ്ടും തരംഗമാകുന്നത് 2004 ജൂലൈ 20 മുതലാണ്. സൂര്യ TV ദിവസവും രാത്രി 9 മണിക്ക് കൊച്ചുണ്ണിയുടെ കഥ സീരിയലായി സംപ്രേക്ഷണം ചെയ്തു തുടങ്ങിയപ്പോൾ മണിക്കുട്ടനും ഹരീഷ് പേരടിയും പ്രശാന്ത് അലക്സാണ്ടറും ജയൻ ചേർത്തലയുമടക്കം ഒരുപിടി നല്ല നടന്മാർ ഈ സീരിയലിലൂടെ നമ്മുടെ സ്വീകരണ മുറിയിലേക്കും അവിടെ നിന്ന് ബിഗ് സ്ക്രീനിലേക്കും കടന്നുവന്നു. 600-ൽ പരം എപ്പിസോഡുകളാണ് സൂര്യ TV കൊച്ചുണ്ണിയുടെയും കൂട്ടാളികളുടെയും കഥകൾ കൊണ്ട് നിറച്ചത്. അതുപോലെ സീരിയൽ രംഗത്തെ കളക്ഷൻ റെക്കോർഡുകളാണ് കൊച്ചുണ്ണിയെ കൊണ്ട് സൂര്യ TV അന്ന് പൊളിച്ചടുക്കിയത്. പറഞ്ഞു വന്നത് കൊച്ചുണ്ണിയെക്കുറിച്ചാണെങ്കിലും പോകുന്നത് മറ്റൊരാളിലേക്കാണ്. കൊച്ചുണ്ണിയുടെ ടൈറ്റിൽ കാർഡിൽ 2.5 വർഷക്കാലം അസോസിയേറ്റ് ഡയറക്ടർ എന്ന ലേബലിൽ സൂര്യയിൽ എഴുതി കാണിച്ച ഒരു പേരുണ്ട്. ആരാധ്യൻ ചെറിയനാട് എന്ന കലാകാരന്റെ. കായംകുളത്തിനടുത്ത് ചെങ്ങന്നൂരുള്ള ചെറിയനാട്ടുകാരനായ ആരാധ്യനെ നമുക്കൊന്ന് കാണാം. ആരാധ്യം എന്ന ഈ ചെറിയ വീട്ടിൽ ധ്യാനം എന്ന അമ്മ മാത്രമുള്ള, നമ്മളെപ്പോലെ നടക്കാനോ ഉടുക്കാനോ സംസാരിക്കാനോ കഴിയാത്ത, പുസ്തകങ്ങളിലും പാട്ടുകളിലും ഓർമ്മകളിലും മുഴുകി ജീവിക്കുന്ന ആരാധ്യൻ. എങ്ങനെയാണ് ഇദ്ദേഹം ഈ ബ്ലോക്ക് ബസ്റ്റർ സീരിയലിന്റെ ഭാഗമാകുന്നത്? അല്ലെങ്കിൽ എന്താണ് ഈ വ്യക്തിയും കൊച്ചുണ്ണിയുടെ കഥാപാത്രവുമായിട്ടുള്ള ബന്ധം? പറയാം. 2011 വരെ ആരാധ്യൻ ഇങ്ങനെയായിരുന്നില്ല. ചെറിയ ഒരാമുഖം തരാം ഈ മനുഷ്യനെ പറ്റി. ആരാധ്യന്റെ കലാജീവിതം തുടങ്ങുന്നത് 91-ലാണ്. സിനിമയ്ക്ക് സമാന്തരമായി നാടൊട്ടുക്കും നാടകം പ്രബലമായി നിൽക്കുന്ന കാലം. വായനയോടും എഴുത്തിനോടും ഭ്രമം കയറിയ ആരാധ്യൻ നാട്ടിലെ സുഹൃത്തുക്കളെയും കൂട്ടി ഒരു അമച്വർ നാടക ട്രൂപ്പ് തുടങ്ങുന്നു. സുഹൃത്തും ബന്ധുവുമായ പ്രസാദാണ് ട്രൂപ്പ് ഉടമ. ട്രൂപ്പിന്റെ പേര് ചെങ്ങന്നൂർ ചമയം ആർട്സ്. സ്വന്തം സംവിധാനത്തിൽ ആദ്യം കളിച്ച നാടകത്തിന്റെ പേര് അരജൻ. നാടകം എന്താണെന്നും കാണികൾ എങ്ങനെയാണെന്നും അരജനിലൂടെ പഠിച്ച ആരാധ്യൻ രണ്ടാമതൊരു നാടകത്തെപ്പറ്റി ചിന്തിക്കുന്നു. പിറന്നു വീഴുമ്പോൾ മുതൽ ഏത് കായംകുളംകാരനും കേട്ടിട്ടുള്ള കൊച്ചുണ്ണിയുടെ പേര് മനസ്സിലേക്ക് വരുന്നത് അപ്പോഴാണ്. പ്രചോദനമായത് ആയിടെ കലാകൗമുദിയിൽ വന്ന ഒരു ആർട്ടിക്കിളും. അതിന്റെ പേരിങ്ങനെയായിരുന്നു: നന്മ നിറഞ്ഞൊരു കള്ളൻ ഇവിടെ ജീവിച്ചിരുന്നു. ആ പേരും ആർട്ടിക്കിളും ഉള്ളിൽ തട്ടിയ ആരാധ്യൻ അന്വേഷണം തുടങ്ങുന്നു. കൊച്ചുണ്ണിയെ തേടി, ജീവിച്ചിരുന്ന ആ നല്ലവനായ കള്ളനെ തേടി. അന്നോളം വായിച്ചതും കേട്ടതുമായ കഥകൾ കൊണ്ടും മതിയാകാതെ ആരാധ്യൻ വീട് വിട്ടിറങ്ങി. അതൊരിറക്കമായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അത് ഇറക്കമല്ല, കയറ്റമാണെന്ന്. 1818 കായംകുളത്തെ കൊറ്റുകുളങ്ങരയിൽ ജനിച്ച കായികാഭ്യാസിയും നിർഭയനുമായിരുന്ന, പാവങ്ങളോടെന്നും ഹൃദയത്തിൽ അലിവും അനുകമ്പയും ഉണ്ടായിരുന്ന, ജന്മിമാരെയും നാടുവാഴികളെയും വരെ കൊള്ളയടിക്കാൻ ഒരുമ്പെട്ടിരുന്ന 1859 41-ാം വയസ്സിൽ മൺമറഞ്ഞ, തിരുവനന്തപുരത്ത് പേട്ടയിലുള്ള ജുമാ മസ്ജിദിൽ ഖബറടക്കിയ, കോഴഞ്ചേരിയിൽ ഇടപ്പാറ എന്ന സ്ഥലത്തുള്ള മലദേവർ നടക്ഷേത്രത്തിൽ സ്വന്തം പേരിൽ പ്രതിഷ്ഠ വരെയുള്ള നല്ലവനായ കള്ളന്റെ ചരിത്രം തേടിയിറങ്ങിയ ആരാധ്യന് കൊച്ചുണ്ണിയുടെ ആവേശമുണ്ടായെന്നോ കൊച്ചുണ്ണിയെ മനസ്സുകൊണ്ട് ആരാധ്യൻ ആവാഹിച്ചെന്നോ പറയേണ്ടി വരും. ആ യാത്ര ഒടുവിൽ ഇദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് കൊച്ചുണ്ണിയുടെ ജീവിച്ചിരിക്കുന്ന പിൻഗാമികളിലാണ്. ഉദ്ദേശശുദ്ധി ബോധ്യപ്പെട്ടതോടെ പിതാമഹനെപ്പറ്റി അറിയാവുന്ന കഥകളും ചരിത്രവുമെല്ലാം അവർ പങ്കുവച്ചു. ആരാധ്യൻ അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി. കൊച്ചുണ്ണിയുടെ ജീവിച്ചിരുന്ന പിൻഗാമി ബദറുദ്ദീൻ ആരാധ്യനുമായി ഒരു കരാർ എഴുതിയുണ്ടാക്കി. കള്ളൻ എന്ന് മുദ്രകുത്തപ്പെട്ട അവരുടെ പൂർവ്വ പിതാമഹന്റെ ചരിത്രം ആവിഷ്കരിക്കാനും പറയാനുമുള്ള അവകാശം ആരാധ്യന് കൈമാറുന്നതായും, പക്ഷെ ആ ജീവിതം പുനരാവിഷ്കരിക്കുമ്പോൾ അദ്ദേഹത്തെയോ തങ്ങളെയോ അപമാനിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും വ്യാഖ്യാനിക്കപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആരാധ്യനായിരിക്കും എന്ന ഒരു കരാർ. അതിന്നും ആരാധ്യൻ ഒരു നിധി പോലെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു.
ഉള്ളിൽ കയറിയ കൊച്ചുണ്ണിയെയും കൂട്ടാളികളെയും അവരുടെ ആ കാലഘട്ടവും ആദ്യം അക്ഷരങ്ങളിലേക്കും പിന്നീട് അരങ്ങിലേക്കും ഇയാൾ കൊണ്ടുവന്നു. അരജൻ കളിച്ചുറച്ച നടന്മാരും പണം മുടക്കിയ പ്രസാദും കായംകുളം കൊച്ചുണ്ണിക്ക് വേണ്ടി ആരാധ്യനോടൊപ്പം ഉറച്ചുനിന്നു. കൊച്ചുണ്ണിയുടെ കഥകൾ തേടി ആരാധ്യൻ അലഞ്ഞതും ഉറക്കമൊഴിച്ചതും വെറുതെയായില്ല. പഴയ മാളികകളും അഭ്യാസക്കളരികളും വവ്വക്കാടും കായംകുളം കായലും രാത്രിയിലെ മഴയും വരെ സ്റ്റേജിന്റെ ഇത്തിരി വട്ടത്തിൽ ആരാധ്യന്റെ സംവിധാനത്തിൽ പുനർജനിച്ചു. അങ്ങനെ കൊച്ചുണ്ണിയുടെ സ്വന്തം തട്ടകമായിരുന്ന കായംകുളത്തും പരിസരങ്ങളിലും ചമയമാട്സിന്റെ രണ്ടാമത് നാടകമായി 93 കായംകുളം കൊച്ചുണ്ണി അരങ്ങേറി. അതും ഒരു കയറ്റമായിരുന്നു. ഉത്സവപ്പറമ്പുകളും ക്ലബ്ബുകളും നാട്ടിൻ പുറങ്ങളുമായി 2 വർഷക്കാലം ചമയമാട്സിലൂടെ ആരാധ്യന്റെ കൊച്ചുണ്ണി ഇടതടവില്ലാതെ തകർത്താടി. അടുത്ത സ്റ്റെപ്പ് എന്ന നിലയിൽ ആരാധ്യൻ സിനിമാ സംവിധാനം പഠിക്കാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് 94-ൽ. ഫിലിം അക്കാദമിയിലെ കോഴ്സും ട്രെയിനിങ്ങും കഴിഞ്ഞപ്പോൾ കൊച്ചുണ്ണിയുടെ റൈറ്റ് കൈവശമുണ്ടായിരുന്ന ആരാധ്യനെ തേടി സൂര്യ ടിവിക്കായി കൊച്ചുണ്ണി എന്ന സീരിയലിന്റെ അണിയറക്കാർ വരുന്നു. അസോസിയേറ്റ് ഡയറക്ടർ എന്ന ലേബലിൽ ആരാധ്യന മെഗാ പ്രോജക്ടിന്റെ ഭാഗമാകുന്നു. അതോടെ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള മലയാളി പ്രേക്ഷകർ ഇദ്ദേഹത്തിന്റെ കൂടി നിർണായകമായ പങ്കാളിത്തത്തിൽ വീണ്ടും കൊച്ചുണ്ണിയെ കാണാൻ തുടങ്ങുന്നു. കൊച്ചുണ്ണിയായി വന്ന മണിക്കുട്ടനും കൂട്ടാളിയായ കാക്കശങ്കരനായി ഹരീഷ് പേരടിയും പ്രശാന്ത് അലക്സാണ്ടറും കാർത്തികപ്പള്ളി ദിവാനായി വന്ന ജയൻ ചേർത്തലയുമെല്ലാം അരമണിക്കൂർ എപ്പിസോഡുകളിലൂടെ മലയാളി മനസ്സുകളിലേക്ക് ഇരച്ചു കയറി. തന്റെ ആരാധ്യനായ കൊച്ചുണ്ണിയെയും കൊണ്ട് ഇത്രയും മുമ്പോട്ട് പോയപ്പോഴാണ് ആരാധ്യന്റെ സ്വന്തം ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. 2011 ഒരു രാത്രി നാട്ടിലെ വായനശാലയിൽ നിന്നും വീട്ടിലേക്ക് വന്ന് അത്താഴം കഴിച്ചു കിടന്ന ആരാധ്യൻ പിന്നെ ഉണരുന്നത് ദിവസങ്ങൾ കഴിഞ്ഞ് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലെ ഇന്റൻസീവ് കെയറിലാണ്. ഉറക്കത്തിൽ തലയിൽ ഒരു ഞരമ്പ് പൊട്ടിയതായിരുന്നു കാരണം. തലയോട്ടി പൊട്ടിച്ച് സർജറി നടത്തി ഡോക്ടർമാർ ജീവൻ രക്ഷിച്ചു. പക്ഷേ ദേഹം ഏതാണ്ട് പകുതി മുക്കാലും തളർന്ന നിലയിലായി. കൊച്ചുണ്ണിയുടെ രാത്രി സഞ്ചാരങ്ങൾ തേടി ഓടി നടന്ന മകന് ധ്യാനമെന്ന ഈ അമ്മ ആ പേരിനെ അന്വർത്ഥമാക്കും വിധം സ്വന്തം പ്രായവും ക്ഷീണവും മറന്ന് കാവലിരുന്നു. അതൊരിറക്കവും വീഴ്ചയുമായിരുന്നു. ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്കും ഡോക്ടർമാരിൽ നിന്ന് വൈദ്യന്മാരിലേക്കും എണ്ണത്തോണികളിലേക്കും ഈ വീൽ ചെയറിലേക്കും വരെ നീണ്ട 13 വർഷക്കാലം. ആരാധ്യനില്ലാതെ ആരാധ്യനറിയാതെ ഇതിനിടെ കായംകുളം കൊച്ചുണ്ണി വീണ്ടും സ്ക്രീനിലെത്തി. 2018 ശ്രീഗോകുലം ഫിലിംസിന്റെ ബാനറിൽ റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ കൊച്ചുണ്ണിയായി വന്ന് ഇക്കുറി പയറ്റിയത് നിവിൻ പോളിയും ഇത്തിക്കര പക്കിയായി ഗസ്റ്റ് റോളിൽ കുതിരപ്പുറത്ത് വന്നിറങ്ങിയത് മലയാളത്തിന്റെ നടന വിസ്മയം മോഹൻലാലും. 5.30 കോടി രൂപയായിരുന്നു ചിത്രത്തിന്റെ റിലീസിംഗ് ദിവസത്തെ കേരളത്തിലെ മാത്രം കളക്ഷൻ. ആരാധ്യന് പരാതിയില്ല, ആക്ഷേപമില്ല. വിൽപ്പനയ്ക്ക് വയ്ക്കാൻ കായംകുളം കൊച്ചുണ്ണിയെ താൻ വില കൊടുത്ത് വാങ്ങിച്ചിട്ടില്ലെന്നേ ഈ കലാകാരൻ ഇപ്പോഴും പറയുന്നുള്ളൂ. പക്ഷേ ഇനിയും മുഷിഞ്ഞു പോകാത്ത ഒരു കരാർ, യഥാർത്ഥ കൊച്ചുണ്ണിയുടെ രക്തബന്ധമുള്ള പിൻഗാമി ഒപ്പിട്ട ഒരു കരാർ ഇപ്പോഴും ഈ വീട്ടിൽ ഈ മനുഷ്യൻ നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നതും ഒരു വാസ്തവമാണ്. അത് തന്റെ ഒറ്റയാൻ അന്വേഷണങ്ങൾക്കും കഠിനമായ പരിശ്രമത്തിനും കിട്ടിയ അംഗീകാരമായിട്ടേ ആരാധ്യൻ കണ്ടിട്ടുള്ളൂ, കാണുന്നുള്ളൂ. ഇന്ന് ഈ കലാകാരന്റെ വീടിനകം മുഴുവൻ ഇരുമ്പ് കമ്പി വെൽഡ് ചെയ്തിരിക്കുകയാണ്. അടുക്കള മുതൽ അകത്തെ കുഞ്ഞു ബാത്റൂം വരെ. മുറ്റത്തേക്ക് ഇറക്കി നടത്താൻ വേണ്ടി 2 കമ്പികളുടെ ഇടനാഴി വീട്ടുമുറ്റത്തും. കട്ടിലിൽ എഴുന്നേറ്റിരിക്കുമ്പോഴും ആരാധ്യനിടയ്ക്ക് വീഴാൻ പോകും. അപ്പോൾ കയറി പിടിക്കാനാണ് ഈ കയർ ചുറ്റിയ കമ്പി. മുണ്ടുടുക്കാൻ പറ്റാത്തത് കൊണ്ട് വർഷങ്ങളായി ഉപയോഗിക്കുന്നത് ബർമുടയാണ്. അടുത്തുള്ള ഗുരുമന്ദിരം വരെ ഇലക്ട്രിക് വീൽ ചെയറിൽ ഇടയ്ക്കൊന്ന് പോയി വരും, ജീവിച്ചിരിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ. വർഷങ്ങൾക്ക് ശേഷം ആരാധ്യന് വീണ്ടും ഒരു ദേഹസ്തംഭനമുണ്ടായി. സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് തലയിൽ വീണ്ടും ഒരു രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടെന്ന്. ഓപ്പറേഷന്റെ മാത്രം താരിഫ് 3 ലക്ഷം രൂപയാണ്. എന്തു ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആരാധ്യനും അമ്മയ്ക്കും സത്യമായും അറിയില്ല. വീടിനോട് ചേർന്നുണ്ടായിരുന്ന 8 സെന്റ് സ്ഥലം കൂടി വിറ്റിട്ടാണ് ഇതുവരെയുള്ള ചികിത്സ കൊണ്ടുപോയതും ഇത്ര വരെ ആക്കിയെടുത്തതും. ഇനിയുള്ളത് മിന്നലിൽ കേടുപറ്റിയ ഈ വീടും വീടിരിക്കുന്ന സ്വല്പം സ്ഥലവും മാത്രമാണ്. ഇന്റർനെറ്റും സ്മാർട്ട് ഫോണുമായി ആരാധ്യനും അമ്മയ്ക്കും യാതൊരു ബന്ധവുമില്ല. ടച്ച് ഫോൺ നേരെ പിടിക്കാനുള്ള ആവതുണ്ടായിരുന്നെങ്കിൽ താൻ എന്നെ പേനയെടുത്ത് എഴുതിയേനെ എന്നേ ആരാധ്യനും പറയാനുള്ളൂ. സാധാരണ സ്ട്രോക്ക് വരുമ്പോഴും തലയിൽ ശസ്ത്രക്രിയ ചെയ്യുമ്പോഴും മനുഷ്യർക്കത് അവരുടെ ഓർമ്മശക്തിയെ ബാധിക്കാറുണ്ട്.
എന്നാൽ കർക്കിടകത്തിലെ കറുത്തവാവിൻ രാത്രിയിൽ ജനിച്ച, കണ്ണീരും കഷ്ടപ്പാടും കണ്ടാൽ കരളലിവുണ്ടായിരുന്ന നല്ല കള്ളനെ തിരഞ്ഞുപോയ കഥാകാരനായതുകൊണ്ടാവാം ഓർമ്മശക്തിക്ക് മാത്രം ആരാധ്യന് ഇതുവരെ തകരാറില്ല. താൻ എഴുതിയ ഡയലോഗുകളാകട്ടെ, സീരിയലിലെ സന്ദർഭങ്ങളാകട്ടെ, താരങ്ങളോടൊപ്പം ചിലവിട്ട ദിവസങ്ങളാകട്ടെ, വർഷവും തീയതിയുമടക്കം ആരാധ്യൻ ഇപ്പോഴും കൃത്യമായി പറയും. സഹായിച്ചവരുണ്ട്, ഇടയ്ക്കിടെ തേടി വരുന്നവരുമുണ്ട്. എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. ആരോടും ആക്ഷേപമോ നന്ദികേടോ ഇല്ല. പക്ഷേ ഇനിയെന്ത്? എങ്ങനെ മുമ്പോട്ട് പോകും? അതാണ് ചോദ്യം. അവിടെയാണ് കുഴപ്പം. ഇനിയും തല തുറന്നൊരു ശസ്ത്രക്രിയ ഈ കലാകാരൻ അതിജീവിക്കുമോ എന്നറിയില്ല. പക്ഷേ ആരാധ്യൻ കാത്തിരിക്കുകയാണ്. പത്രമാസികകൾ വായിച്ചും ശ്രീകുമാരൻ തമ്പിയുടെയും MG രാധാകൃഷ്ണന്റെയും ONV കുറുപ്പിന്റെയും വയലാറിന്റെയും എല്ലാം പാട്ടുകളും കവിതകളും കേട്ടുകൊണ്ട് ഇടയ്ക്കിടെ എടാ ആരാധ്യ എന്നൊരു വിളിയോടെ കയറി വന്നേക്കാവുന്ന പഴയ കൂട്ടുകാരെയും കാത്ത് വീണുപോകുമെന്ന് തോന്നുമ്പോഴെല്ലാം കയർ ചുറ്റിയ കമ്പിയിലൊന്നും മുറുകെ പിടിച്ചുകൊണ്ട് ബാലൻസ് ചെയ്തുകൊണ്ട് ആരാധ്യൻ കാത്തിരിക്കുന്നു. ധ്യാനമെന്ന ഈ അമ്മയും കാത്തിരിക്കുന്നു. കഴിഞ്ഞ മാസമുണ്ടായ മിന്നലിൽ വീടിന്റെ ഭിത്തിയിൽ വിള്ളൽ വീണിരിക്കുകയാണ്. അതിനെന്ത് ചെയ്യുമെന്ന് ആധി പിടിച്ചിരിക്കുമ്പോഴാണ് മകന് വീണ്ടും ക്ഷീണം വരുന്നതും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും. ആരെങ്കിലും സഹായിക്കാനുണ്ടോ, ഈ പടി കടന്ന് ഇനിയും ആരെങ്കിലും വരാനുണ്ടോ എന്നൊന്നും ഈ അമ്മയ്ക്കും അറിയില്ല. അമ്മയുടെ ഹൃദയമിടിക്കുന്നതും പതിവായി കഴിക്കുന്ന മരുന്നിന്റെ ബലത്തിലാണ്. പക്ഷെ താൻ ജീവിച്ചിരിക്കുവോളം തന്റെ മകനെ പതുങ്ങി വരുന്ന മരണത്തിന് വിട്ടുകൊടുക്കില്ല എന്നൊരു നിശ്ചയദാർഢ്യം മാത്രം കൈമുതലായുള്ള അമ്മയും കാത്തിരിക്കുന്നു. 2 നൂറ്റാണ്ട് മുമ്പ് മൺമറഞ്ഞു പോയൊരു പച്ച മനുഷ്യനെ, അയാൾ പോയിരിക്കാവുന്ന വഴികളും ചെയ്തിരിക്കാവുന്ന വീരസാഹസ കൃത്യങ്ങളും ഒറ്റയ്ക്ക് തിരഞ്ഞു പോകാൻ ധൈര്യപ്പെട്ട, തിരഞ്ഞുപോയി ഒരു പരിധിവരെ കണ്ടെത്തി ആവിഷ്കരിക്കാൻ പലരെയും സഹായിച്ച സ്വന്തം മകന്റെ ഒരേയൊരു കാവലാളായി പ്രാർത്ഥനയോടെ അമ്മയും കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു അഭ്യർത്ഥന കൂടിയാണ്. ഇത് കാണുന്ന സഹൃദയരായ കലാകാരന്മാരോടും കലാസ്വാദകരോടുമുള്ള ഒരഭ്യർത്ഥന. കഴിയുമെങ്കിൽ ആരാധ്യനൊരു കൈത്താങ്ങ് കൊടുക്കുക. കാരണം മൊബൈലില്ലേ, ടച്ച് ഫോണില്ലേ എന്ന ചോദ്യത്തിന് ആരാധ്യന്റെ മറുപടി ഇതാണ്: ഫോൺ എടുക്കാനുള്ള ബലമുണ്ടായിരുന്നെങ്കിൽ താൻ എന്നേ പേന പിടിച്ചെഴുതില്ലായിരുന്നോ എന്ന മറുപടി. അതൊരു സൂചനയാണ്. അക്ഷരങ്ങളോടും ക്രിയേറ്റിവിറ്റിയോടും ഇനിയും അടങ്ങാത്തൊരാവേശമുള്ളിലുണ്ടെന്ന സൂചന. അല്ലെങ്കിൽ ബോധത്തിന്റെ അവസാനത്തെ കണികയെങ്കിലും അവശേഷിക്കുവോളം ക്രിയാത്മകതയുടെ കനലുകൾ ഉള്ളിൽ എരിഞ്ഞുകൊണ്ട് തന്നെയിരിക്കും എന്ന സൂചന. 96-ലാണ് ആരാധ്യൻ ചമയമാർട്സിനു വേണ്ടി 4ാമത്തെയും അവസാനത്തെയും നാടകം എഴുതി സംവിധാനം ചെയ്യുന്നത്. നാടകത്തിന്റെ പേര് ചരിത്രത്തിലില്ലാത്തവർ. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായ വികാസ പരിണാമങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്റ്റീഫൻ തങ്കശ്ശേരി എന്ന നാടകകൃത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങളായിരുന്നു നാടകത്തിന്റെ ഇതിവൃത്തം. ആരാധ്യന്റെ ആത്മാംശമുള്ള ഒരു കഥാപാത്രമായിരുന്നു സ്റ്റീഫൻ തങ്കശ്ശേരി എന്ന് തോന്നിപ്പോകും. കാരണം നാടകം ആരംഭിക്കുന്നത് ഇങ്ങനെയൊരു അനൗൺസ്മെന്റോട് കൂടിയാണ്: കൊലമരച്ചുവട്ടിലും വാരിക്കുന്തത്തിൻ തുമ്പിലും ജീവിതം ഹോമിച്ച, രക്തസാക്ഷികളാകാതെ പോയ ഒരു കൂട്ടം മനുഷ്യരുടെ കുഴിമാടത്തിൽ ഒരു തിരിവെട്ടവും ഒരു കരിക്കും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങുന്നു ചരിത്രത്തിലില്ലാത്തവർ. നമ്മുടെ ഈ ആരാധ്യൻ അങ്ങനെ നാടകത്തിന്റെയോ സീരിയലിന്റെയോ സിനിമയുടെയോ ചരിത്രത്തിലില്ലാത്ത ഒരാളായി മൺമറയാൻ, മാഞ്ഞു പോകാൻ ഇടവരാതിരിക്കട്ടെ.